പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ മറുപടി നൽകിയതിനു ശേഷമുള്ള സർവകക്ഷി യോഗം ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സർവകക്ഷി യോഗത്തിൽ ഏത് തരത്തിലായിരുന്നു ആക്രമണം നടത്തിയത് എന്നത് വിശദീകരിക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. മലയാളികളായ രണ്ടുപേർ, അതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസിനെയും ഇ.ടി. മുഹമ്മദ് ബഷീറിനെയുമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്നു. സർവകക്ഷി യോഗത്തിൽ എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്, ഇനി എന്ത് എന്ന് സംബന്ധിച്ച് ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അതേസമയം വളരെ തിരക്കിട്ട ചർച്ചകൾ, കൂടിയാലോചനകളും ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ആസൂത്രണം ചെയ്യുന്നു. സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് അതിർത്തി ഗ്രാമങ്ങളിൽ, ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ, ജമ്മു കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം എല്ലാ വെടിനിർത്തൽ കരാറും ലംഘിച്ചുകൊണ്ട്, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇന്നലെ അങ്ങനെ നടത്തിയ ആക്രമണത്തിൽ 13 പേർ മരണപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തിരിച്ചടി എങ്ങനെയായിരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് സൈന്യത്തിന് ഉത്തരവ് നൽകിയ പശ്ചാത്തലമുണ്ടാകുന്നു. മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഇടപെടലുകൾ, പ്രതികരണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം. പാക് പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ജനങ്ങളോട് തയ്യാറായിരിക്കാൻ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ വീടിന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്ന സാഹചര്യം. രാത്രി സമയങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ അണയ്ക്കണം എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പാകിസ്ഥാൻ പടക്കോപ്പുകൾ എത്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടക്കം പുറത്തുവരുന്നത്. തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടാകുന്നു. തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിൽ വിറളി പൂണ്ട സാഹചര്യം ആണ് ഇപ്പോൾ തീവ്രവാദ സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ളത്. അൽ ഖ്വയ്ദയുടെ പ്രസ് റിലീസ് പുറത്തു വരുമ്പോൾ അത് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകണം എന്നുള്ളതാണ്. അൽ ഖ്വയ്ദയുടെ ആഹ്വാനം ഇന്ത്യക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് അൽ ഖ്വയ്ദയുടെ ആവശ്യം. അങ്ങനെ തീവ്രവാദ സംഘടനകൾ ഒരുമിച്ച് ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണ് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ കനത്ത പ്രഹരം നൽകിയത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ബഹാവൽപൂരിൽ ആയിരുന്നു ഇന്നലെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിച്ചത്. അവിടെ മർക്കസ് സുബാനള്ളയിൽ നടത്തിയ ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ തറവാടെന്ന് വിശേഷിപ്പിക്കുന്ന ഇടത്തെ തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. എങ്കിൽ ഇന്ന് അതിനോട് ചേർത്ത് വെക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടുതൽ ദൃശ്യങ്ങൾ. ഇന്ത്യ പറഞ്ഞതാണ് സത്യം എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. ഭീകരരുടെ താവളങ്ങളിൽ ആണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മുർത്തികയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം ആണ് പുറത്തു വന്നിട്ടുള്ളത്. ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 80 ഏക്കറോളം വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് ആണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബഹുനില മന്ദിരം ആയിരുന്നു അവിടെ സജ്ജമായിരുന്നത്. ഇവിടെയാണ് തീവ്രവാദികൾക്ക് കൃത്യമായി പരിശീലനം ലഭിച്ചത്. 2000-ൽ ആയിരുന്നു മുർത്തികയിൽ ആസ്ഥാനമാക്കിക്കൊണ്ട് ലഷ്കർ ഇ തോയ്ബ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. അവിടെ മതപഠന ക്ലാസുകൾ എന്ന വ്യാജേന തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തികൾ, ലോഞ്ചിങ് പാഡുകൾ അടക്കം തയ്യാറാക്കുന്ന, അതായത് ഒരു ഭീകരനെ ഭീകരവാദത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മുതൽ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ, ചാവേറാകാൻ, സ്വയം മരിക്കാൻ ഒക്കെയുള്ള പരിശീലനം നൽകുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ, ആ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഡോക്ടർ മോഹനൻ പിള്ള കൂടി ചർച്ചയുടെ ഭാഗമാവുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, ഇവിടെ ഏറ്റവും ഒടുവിൽ ലാഹോറിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതോടൊപ്പം തന്നെ BLA നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പുതുമയുള്ള ദൃശ്യങ്ങളല്ല. പക്ഷേ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പോലും പാകിസ്ഥാൻ ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടിയേക്കാം. ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതാണല്ലോ നമ്മൾ കണ്ടത്.